കാര്യം കണ്ടുമടുത്ത് കടൽ താണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം. മലയാളി എന്നും ഗമയുടെ കോലം ഏഷണിശീലം വിദേശം വിചിത്രം. വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം. SilverVideoUSA.com. For Malayalam movies, DVDs, and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. കുറെ നാളുകൊണ്ട് പഠിക്കുന്നു, പരീക്ഷ കേട്ടിവെക്കുന്ന കാശ് പോകുന്നതല്ലാതെ ഒരു പ്രയോജനവും. എന്തുവാടി നോക്കി പഠിപ്പിക്കുന്നത്? കള്ളവാടാ പറഞ്ഞത്? നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ ഒരുപാട് പ്രാവശ്യം എഴുതിയെന്ന്. 10 തവണ എഴുതി പാസ്സാകാത്തവരും ഉണ്ട് ഇവിടെ. അപ്പൊ നിനക്ക് 10 തവണ എഴുതാനുള്ള പ്ലാൻ ആയിരിക്കും അല്ലേ? ആറൻ പരീക്ഷ പാസ്സാകുന്നതേ അത്ര ഈസി ഒന്നും അല്ല. കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ മലയാളി നേഴ്സുമാരും പാസ്സാകുന്നുണ്ടല്ലോ. നീ പാസ്സായിട്ട് ഈ വീടിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പാസ്സായിട്ട് വീട് വാങ്ങിയാൽ മതിയെന്ന് എത്ര തവണ പറഞ്ഞതാ, നിങ്ങൾ കേട്ടോ? ഇല്ല. എന്നും ഒന്നും അപ്പാർട്ട്മെന്റ് കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതൊന്നും അല്ല കാര്യം. നിങ്ങളുടെ വീട്ടുകാർക്ക് നാട്ടുകാരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കണം. പൊങ്ങച്ചം കാണിക്കാനോ? അല്ലെങ്കിൽ പിന്നെ ക്രെഡിറ്റ് കാർഡിൽ ചാർജ് ചെയ്ത് $20,000 ഫർണിച്ചർ എന്തിനാ വാങ്ങിച്ചത്? നീ കണകുണാന്ന് പറയാതെ പഠിച്ച് പാസ്സാകാൻ നോക്ക്, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. എന്താണോ വേറെ വഴി? എന്നാ പിന്നെ ആ വഴി തന്നെ അങ്ങ് നോക്ക്, അതാ നല്ലത്. നാട്ടിലൊക്കെ ഭർത്താക്കന്മാര് ജോലി ചെയ്ത് ഭാര്യമാരെ പോറ്റും. ഇവിടെ ഭാര്യമാര് ജോലി ചെയ്ത് വേണം കുടുംബം പോറ്റാന്. വിദേശം വിചിത്രം വിദേശം വിചിത്രം. ദീന പഠിക്കുകയാണോ? അതെ. ഇത്തവണ ജയിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ആർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യമാ? എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. എടുക്കാൻ വയ്യാത്ത കടമൊക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുത്തതേ ഡാഡിയും മമ്മിയും കൂടെ അല്ലേ? എടീ, എന്റെ മോനൊരു നേഴ്സിനെ കെട്ടിയതേ അവര് നല്ല നിലയിൽ ജീവിക്കാൻ തന്നെയാ. അതുകൊണ്ടാ വലിയ വീടൊക്കെ വാങ്ങിച്ചതും. അത് ഞാൻ പാസ്സായിട്ട് പോരായിരുന്നോന്നേ ചോദിച്ചുള്ളൂ. എന്തുവാണ് ഈ തർക്കുത്തരം പറയുന്നത്? കാര്യം പറയുന്നത് എങ്ങനെയാ തർക്കുത്തരമാകുന്നത്? എന്റെ മോനെ കൊണ്ട് നിന്നെ കെട്ടിച്ചതേ നിന്റെ സൗന്ദര്യം കെട്ടിട്ടൊന്നും അല്ല, നീ നേഴ്സ് ആയതുകൊണ്ട് തന്നെയാ. അത് മോന്റെ കൂടെയുള്ള ഇത്ര നാളത്തെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. നീ ഇത്തവണ പാസ്സായില്ലെങ്കിലേ എന്റെ മോന്റെ കൂടെ നീ പൊറുക്കൂല. ഓ, പൊറുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹവും ഇല്ല. ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കി നിങ്ങളുടെ മകനെ മാളികപ്പുറത്ത് കയറ്റേണ്ട കാര്യമൊന്നും എനിക്കില്ല. എടീ, നീ പെണ്ണായിട്ട് പറക്കേണ്ടതല്ല, ആണായിട്ടാ ജനിക്കേണ്ടത്. ഭർത്താക്കന്മാരുടെ ആട്ടുവടിയും കൊണ്ട് കഴിഞ്ഞിരുന്ന ഭാര്യമാരുണ്ടായിരുന്നു ഒരു കാലത്ത്. ജോലി ചെയ്ത് സ്വന്തം കാലം നിൽക്കുന്ന ഒരു പെണ്ണിനും ഇന്നതിന്റെ ആവശ്യമില്ല. എടി, നീ പോയാ നിന്നെക്കാട്ടി മിടുക്കി പെണ്ണിനെ എന്റെ മോന് കിട്ടും. ഓ, എവിടെയാലും കണ്ടുവച്ചിട്ടുണ്ടാകും. എങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ നിങ്ങളുടെ മോന്റെ ഭാവി കളയുന്നത്? ഞാനങ്ങ് മാറിത്തരാം. നീ പാടി ഇവളോട് കാര്യം പറഞ്ഞാലേ നമ്മള് നാറും. എവളെ വേണോ വേണ്ടെന്നേ നമ്മുടെ മോൻ തന്നെ തീരുമാനിക്കട്ടെ. എടീ, നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നു. നീ എന്തിനാണ് അവിടെ വഴക്കിട്ടത്? അത് ശരി, ഞാൻ വഴക്കടിച്ചു, അല്ലാതെ അവരെന്നോട് വഴക്കിന് വന്നതല്ല. നിന്നോട് വല്ല പറഞ്ഞു നിനക്ക് ഉണ്ടായിരുന്നു കൂടെ? ചവിട്ടിയാലേ ഏത് ചേരയും കടിക്കും.
എടി നിനക്കെതിരെ അഹങ്കാരം കൂടുന്നു. മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചവിട്ടി നടുപിടിച്ചു കളയും. നടുപടിക്കാൻ നിങ്ങളുടെ അവതാരത്തിലൊന്നും അല്ലല്ലോ ഞാൻ ഇവിടെ കഴിയുന്നത്. അന്തസ്സായിട്ട് ജോലി ചെയ്തല്ലേ കഴിയുന്നത്. ഇനി ഒരു നിമിഷം എനിക്ക് വീട്ടിൽ നിൽക്കണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോവുക. എന്ത് പറഞ്ഞാലും എനിക്കിനി അവളെ വേണ്ട. എനിക്കെതിരെ കേസ് കൊടുത്തവളെ എനിക്ക് വേണ്ട. എനിക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യണം. എടാ, കുറ്റം നിന്റേതാണ്. നിന്റെ മക്കളെ പോലും തല്ലാനുള്ള അവകാശം നിനക്കില്ല. പിന്നെയല്ലേ ഭാര്യ? അവൾ ഇവിടെ നിന്നും അവളുടെ വീട്ടിലേക്ക് പോയതിൽ എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. അതൊക്കെ അങ്ങ് നാട്ടിൽ. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാനൊന്ന് തല്ലി. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകാൻ ഒക്കില്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യാം. അല്ലാതെ തല്ലാനും കൊല്ലാനൊന്നും ഇവിടെ ആർക്കും ഒരധികാരവുമില്ല. ആദ്യത്തെ തവണ ആയതുകൊണ്ട് പോലീസ് വാണിംഗ് തന്നു. പക്ഷേ ഇത് നിന്റെ റെക്കോർഡിൽ എന്നും കാണും. അതുകൊണ്ടാ പറഞ്ഞത് എനിക്കിനി അവളെ വേണ്ട. പക്ഷെ ഇത്രയും വലിയൊരു വീട് വാങ്ങിയിട്ട് നീ എങ്ങനെ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കും? അതിപ്പോ ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും അവള് പാസ്സാകാനൊന്നും പോകുന്നില്ല. ഡിവോഴ്സ് ചെയ്യാനാ ഡാഡിയും പറയുന്നത്. പിള്ളേർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ ഗുണദോഷിക്കാണ് അപ്പനും അമ്മയും ചെയ്യാറ്. നിന്റെ അപ്പനും അമ്മയും നേരെ തിരിച്ചാണ്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. അളിയന് പരിചയത്തിൽ ലോയർമാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ ലോയർമാർ കാണണ്ട പഞ്ഞം. എങ്കിൽ നമുക്ക് നാളെ തന്നെ ഫയൽ ചെയ്യണം. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല. നിന്റെ ഭാവി തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ ആയി നിനക്ക്. ഒക്കെ നീ പറയുന്നത് പോലെ. പക്ഷേ ഇപ്പോൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമായി പോയെന്ന് പിന്നീട് ചിന്തിക്കാൻ ഇടവരരുത്. അളിയൻ എന്റെ കൂടെ നാളെ ഒന്ന് വരാൻ പറ്റുമോ? ലോയറുടെ അടുത്ത് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ? എടാ, അവൾ ഇത്രയും പെട്ടെന്ന് പാസ്സാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നമുക്ക് അവളെ ഒന്ന് പോയി വിളിച്ചാലോ? നമ്മൾ പോയി വിളിച്ച അവള് വരുമോ? ആരും ആരെയും വിളിക്കാൻ പോകുന്നില്ല. എടാ, നീ ഇവിടെ ഡിവോഴ്സ് ചെയ്താലേ വേറെ ഒരു നേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിയിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനേ നേഴ്സ് തന്നെ വേണം. മോനെ, പപ്പ പറഞ്ഞതാടാ ശരി. ഇത്രയും വലിയ വീടൊക്കെ മേടിച്ചിട്ട് നേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, മരുമോനെ കൂടെ വിളിക്കാം. അല്ലെങ്കിൽ മരുമോനെ ഇവനും കൂടെ പോട്ടെ. ആ, ഡാഡി മമ്മി ഇതിനൊക്കെ കാരണം. എടാ, വഴക്ക് പറഞ്ഞ അവള് പാസ്സാകും. അതിനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തൊക്കെ അവളോട് പറഞ്ഞത്? ഞാൻ ഇങ്ങനെ അവളുടെ മുഖത്ത് നോക്കുന്നത്. ഞാൻ വഴക്ക് പറഞ്ഞോണ്ടല്ലോ അവള് പോയത്. നീ തല്ലിയോണ്ടല്ലേ? നിങ്ങൾ അതും ഇതും പറയാതെ അതിനെ വിളിച്ചോണ്ട് വരാനുള്ള വല്ലതും വഴി നോക്ക്. ഞാൻ മരുമോനെ ഇങ്ങോട്ട് വിളിക്കാം. ആ, എന്നാ അവനെ കൂടെ വിളി. എന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. ആരെയും വിളിക്കണ്ട. നീ അവിടെ ചുമ്മാ തിരിടാ. ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. നീ അത് കേട്ട് കേട്ടായി ഗതിയായത്. എന്തുകൊണ്ടാ നീ പുറകുറുക്കുന്നത്? എടീ, മരുമോനെ ഇപ്പൊ വരും. അവൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാല് ഒന്നും പറയാൻ പോകരുത്. എങ്ങനെയെങ്കിലും സോപ്പിട്ട് കാര്യം സാധിക്കണം. ഓ, അവൻ കൂടെ ഉള്ളത് നല്ലതാ. അല്ലാതെ നമ്മള് തന്നെ ചെന്നാലേ നാണം കേടാ. അവൻ നമ്മളെ വിളിച്ചോണ്ട് ചെല്ലുന്നതായിട്ട് വരുത്തിയാ മതി. പെൺബുദ്ധി പിൻബുദ്ധിയാന്ന് പറഞ്ഞത് വെറുതെയാ. നിനക്ക് ബുദ്ധിയുണ്ട്. എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞാൽ വയ്യ. മോനെ, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ഒക്കുന്നത്? മോനല്ലാതെ വേറെ ആരാ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനോട് ഡൈവോഴ്സ് ചെയ്യാൻ വരട്ടെ വരട്ടെ എന്ന്. ഒക്കത്തില്ല. അവൻ ഒട്ടന്നെ ചെയ്യണം. കഴിഞ്ഞ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? നീ കൂടെ വന്നെങ്കിലേ കാര്യങ്ങളൊക്കെ ഒരു ഉഷാറാകും. അതുകൊണ്ടാ നിന്നെ കൂടെ വിളിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മോളെ ഞാൻ തല്ലിയാൽ നിങ്ങൾക്ക് വേദനിക്കുമോ? അതുപോലെ മരുമോളെ തല്ലിയാൽ അതിന്റെ അപ്പനും അമ്മയ്ക്കും വേദനിക്കും. ഓക്കെ, നാളെ എപ്പോഴാ പോകണ്ടേ? നാളെ തന്നെ പോകണം. അതിനു മുമ്പ് മോൻ അവളെ ഒന്ന് ഫോണിൽ വിളിക്കണം. നാട്ടുകാരൊക്കെ പറയും പരീക്ഷ പാസ്സാകാത്തിന് പറഞ്ഞു വിട്ടു. പരീക്ഷ പാസ്സായപ്പോൾ ചെന്ന് കൊണ്ടുവരുവാൻ പോകുന്നു. നാട്ടുകാരെന്തെങ്കിലും പറയട്ടെ, നമുക്കെന്നാ? ഞാനൊരു കാര്യം ചെയ്യാം, അവളെ ഫോണിൽ വിളിച്ചെന്ന് ചോദിക്കാം. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ. ആ, വിളിക്കുമ്പോ പറയണം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന്. ഹലോ, ബീന, ഇത് ഞാനാ, ഫിലിപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ബീന, നാളെ വീട്ടിലുണ്ടാവുമോ അതോ ബിസിയാണോ? ഞാൻ വീട്ടിലുണ്ടാവും. എന്താ ചോദിച്ചേ? നാളെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിക്കാനാണ്. ഞങ്ങളെന്ന് പറയുമ്പം ഫിലിപ്പച്ചായനും ചേച്ചിയുമാണോ? അല്ല, ഞാനും പപ്പായും മമ്മിയും റോബിനും. ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല.
കോർട്ടിൽ നിന്നും പേപ്പർ എല്ലാം കിട്ടി. എനിക്ക് 100 വട്ടം സമ്മതമാണ്. അതിനുവേണ്ടിയല്ല, ഡിവോഴ്സിന്റെ പേപ്പർ എല്ലാം പിൻവലിച്ച് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കഴിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് മീനയുമായി സംസാരിക്കാനാണ്. ഓ, അതിനാണോ? ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവാൻ എന്താണാവോ കാരണം? അവൻ ചെയ്തത് തെറ്റായി പോയി എന്ന് അവനിപ്പം തോന്നുന്നു. ഞാൻ RN പാസ്സായി. വീടിന്റെ പേയ്മെന്റ് കൊടുക്കാൻ കാശ് വേണം. അതിന് ഞാൻ വരണം. അതിനുവേണ്ടിയല്ല നേഴ്സിനെ കെട്ടിയത് തന്നെ. മീന, അതൊക്കെ ഇനിയും പറഞ്ഞ്. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ അമ്മായിപ്പനും അമ്മായിയമ്മയും പറഞ്ഞതാ. കഴിഞ്ഞതൊക്കെ മറന്നുകൂടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം വേണ്ടേ? രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നതിലും നല്ലതല്ലേ അത്? അതിനെന്താ, എനിക്ക് സമ്മതമാ. ഞാൻ വരാം. മീന, സന്തോഷമായി. സന്തോഷമായി കുട്ടി. അവള് വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിനെന്താ? അതെന്താണെന്ന് വെച്ചാലും പറഞ്ഞോളൂ. റോബിന്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതിപ്പം അവരെങ്ങോട്ട് പോകും? അതെന്റെ പ്രശ്നമല്ല. അവരെവിടെ വേണമെങ്കിലും പോകട്ടെ. ബീന, ഒന്നുകൂടി ആലോചിക്കൂ. എന്നിട്ട് ഞങ്ങൾ നാളെ വരുമ്പോൾ പറഞ്ഞാൽ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. എന്റെ ഉറച്ച തീരുമാനമാണിത്. ഇതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിന് ഞാനില്ല. വേറെ ഒത്തുതീർപ്പിനായി ആരും ഇങ്ങോട്ട് വരികയോ എന്നെ വിളിക്കുകയോ വേണ്ട. ഞാൻ പറഞ്ഞതിന് സമ്മതമാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ? അവൾ എന്താ പറഞ്ഞത്? എടാ, അവൾ എന്താ പറഞ്ഞെന്ന്? അതെ, നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലേ അവൾ ഇങ്ങോട്ട് വരുവുള്ളെന്നാ പറഞ്ഞത്.